പോടാ കള്ള. എത്ര ദിവസമായി കണ്ടിട്ട് മിണ്ടൂല ഞാൻ, സത്യം. ആ കുറുമ്പ് കാണിച്ചാലേ കടിച്ചു തിന്നാണ് ഞാൻ. നിനക്കെന്താ വട്ട് പിടിച്ചോ? കാലത്ത് തന്നെ ഏതവനോളാണടി കുഞ്ചി കൊടിയുന്നത്? ഞാൻ കണ്ണാടിയിൽ നോക്കിയതാ. ആരാടി കണ്ണാടിയില്? കണ്ണാടിയിലോ? സത്യം പറയടി, ആരാണവൻ? ആര്? ഓഹോ, കണ്ണാടിയിലുള്ളവനെ നിനക്കറിയില്ലല്ലേ? കുഞ്ചോട്ടൻ എന്തായി പറയണേ? ചേച്ചി വേണ്ട, വേഷം കെട്ടില് വേണ്ട. ആളെ പറയുന്നത് നിനക്ക് നല്ലത്. എന്താ, എന്തിനാ നീ കരയണേ? ഈ കുഞ്ചോട്ടൻ വേണ്ടാതീനം പറയുന്നു. ഞാൻ ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത്ര. എവിടെ? ഈ മുറിയിലോ? അല്ല, ഈ കണ്ണാടിയില്. കണ്ണാടിയിലോ? എന്താടാ നീ പറയണേ? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? അതെ, താമസിയാതെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. പിടിക്കാനൊന്നുമില്ലല്ലോ, ഇപ്പൊ തന്നെ ഉണ്ടല്ലോ. എന്തിനാണ് കരയണേ? ഈ കുഞ്ചോട്ടൻ എന്നെ പറ്റി അപവാദം പറയുന്നു. എന്താ പരാതം? ഞാൻ ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. ആരെ? എവിടെ? ഈ കണ്ണാടിയില്. കണ്ണാടിയിലോ? ഓ, ഞാനാ. സ്വന്തം പെങ്ങളെ പറ്റി അപവാദം പറയുന്നോടാ. ഇനി കൊച്ചിന്റെ ഒരു തുള്ളി കണ്ണീര് ഈ മുറി വീണാൽ കൊന്നുകളയും ഞാൻ. അച്ചി വീട്ടിൽ കിടന്ന് അച്ഛനാവാൻ ശ്രമിക്കുന്നോടാ പട്ടി. അമ്മേ കാണുന്നില്ലല്ലോ. വരുന്നു. എന്താ, എന്തിനാ ബഹളം വെക്കണേ? വെളുപ്പിലുള്ള ഗുളിക എവിടെ? വെളുപ്പിനുള്ള ഗുളികയോ? വെളുപ്പാകത്ത് വലിക്കുന്ന ഗുളിക എവിടെയെന്ന്? ആ, ഇവിടെ എങ്ങാനും കാണും. വേറെ എവിടെ പോവാനാ? ആ കോന്തൻ എവിടെ? നാരായണൻ. നാരായണ അല്ലെങ്കിൽ തന്നെ അവന് ചെവി കേക്കില്ല, പിന്നെ എങ്ങനെ വിളി കേക്കാനാ? നാരായണ. എന്തോ മുതലാളി എന്നെ വിളിച്ച? വിളിച്ചു. ഞാൻ വിചാരിച്ചു വിളിച്ചെന്ന്. ദൈവമേ, മുതലാളി വാങ്ങി പോയാ? നിന്റെ കുറച്ചെങ്കിലും കേൾക്കുന്ന കാതേതാ? എടാ പരമനാറി പൊട്ടൻ നാരായണ, ഞാൻ വെളുപ്പാങ്കാലത്ത് കഴിക്കുന്ന ഗുളിക നീ എവിടെയാ വെച്ചത്? ആ ചുവന്ന ഗുളികയല്ലേ? അതെ, അത് ഞാൻ കഴിച്ചു. വെളുപ്പിലെന്ന് എഴുതി കണ്ടപ്പോ ശരീരം വെളുക്കാനാന്ന് കരുതി ഞാൻ അതെടുത്ത് ഇങ്ങോട്ട് കഴിച്ചു. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, ഇങ്ങനൊരു കഴുതയാണല്ലോ നീ എനിക്ക് വേലക്കാരനായി തന്നത്. പറയണെങ്കി പറയാ, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. എടാ ആരാന്ന് നോക്കിട്ട് അതിനെ പറ്റിയെ പിടിച്ച് കെട്ടിയേ. എന്തേ? അതങ്ങോട്ട് പറഞ്ഞാ പോരെ, ചെവിട് കെട്ടു. ഹലോ പട്ടി, ഹലോ ഹലോ പട്ടി, പട്ടി. ഞാൻ അകത്തുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? ഗേറ്റിൽ തൂക്കിയ ബോർഡ് കണ്ട്. പട്ടിയുണ്ട്, സൂക്ഷിക്കുക. കടിക്കുവോ? ഉണ്ട്, മുതലാളി അകത്തുണ്ട്. പട്ടി കടിക്കുവോന്നാ ചോദിച്ചത്. പട്ടി 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 കടിക്കുവോന്ന്? ഇല്ല, ചുംബിക്കും. തന്റെ കാര്യമല്ല, പാലുള്ളതിന്റേതാ. പാലില്ലാത്ത മറ്റൊരെണ്ണം കൂടി ഉണ്ടല്ലോ. എവിടെ? ഗോവാലൻ. എന്താണ് എത്ര കിളിക്കാൻ? അല്ല, ഞങ്ങൾ ഈ വാലിന്റെ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു. വാലിന്റെ കാര്യം? അല്ല, അത് പിന്നെ നമ്മൾ മനുഷ്യർക്ക് വാലില്ലാത്തത് വലിയ സൗകര്യമായി എന്ന് പറയായിരുന്നു. പിന്നെ വലിയ സൗകര്യമല്ലേ, ഈ കടസമൊക്കെ വലിച്ച് കേറ്റാമല്ലോ. എന്താ വന്നേ? കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. ഐ ആം വിശാലക്ഷൻ, ഫീൽഡ് ഓഫീസർ ഫ്രം. മനസ്സിലായി മനസ്സിലായി, ഇയർലെസ് അല്ലേ? യെസ്. ഒരു കാരണവശാൽ തന്റെ കുന്ത്രാണത്തിൽ ചേരേണ്ടതാ വക്കീല് പറഞ്ഞിരിക്കണേ. വിവരവും വിദ്യാഭ്യാസവും ഉള്ളവനാ വക്കീല്. അയാൾ ഇങ്ങനെ പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും കുരുക്ക് കാണാതിരിക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും പരദൂഷണം പറഞ്ഞു എന്ന് കരുതി മുതലാളി പെട്ടെന്ന് ഇങ്ങനെ വേണ്ട എന്നൊരു തീരുമാനം എടുക്കരുത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഏറ്റവും ആകർഷകമായ ഒരു സ്കീമിൽ ചേർന്നാൽ മുതലാളിക്ക് കിട്ടുന്ന ലാഭം ലക്ഷവും. അതും വക്കീല് പറഞ്ഞു. വാചകം ഓടിച്ച് വീഴ്ത്താൻ താൻ കേമനാണെന്ന്. എച്ചിക്കൈ കൊണ്ട് കാക്കി ഓടിക്കുമ്പോൾ എത്ര ആട്ടി ഓടിച്ചാലും താൻ പോകത്തില്ല. അല്ല മുതലാളി, അത് താൻ ഒന്നും പറയണ്ട. താൻ എത്ര കാരണം പറഞ്ഞാലും ഞാൻ എടുക്കത്തില്ല. 100 കൂട്ടം ജോലിയുണ്ട്. മില്ലിൽ പോണം, ടൗണിൽ പോണം. ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. എടാ നാരായണ, ആ ജീപ്പ് ഓടിക്കാൻ പറ്റിയ ഡ്രൈവറെ നോക്കാൻ പറ്റില്ല. നോക്കിയോ നീ? 3 ലോഡ് നെല്ല് ഇന്നലെ തന്നെ മില്ലിൽ വന്നിട്ടുണ്ട്. പാലക്കാട്ടേക്കുള്ള അവല് ഞാൻ അഴിച്ചു കഴിഞ്ഞു. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, മാങ്ങാന്ന് പറയുമ്പം തേങ്ങാന്നാണല്ലോ ഈ പണ്ടാരം കേൾക്കുന്നത്. നിന്റെ ചെവിക്കന് പറിച്ച് കളടാ. അത് വൈകുന്നേരം പോകാം. ചെവിടും കേട്ടിട. എന്താ മുതലാളി പറഞ്ഞത്? നിന്റെ തന്തയ്ക്ക് പറഞ്ഞതാ. അതല്ല, എന്നെ എന്താ പറഞ്ഞെന്ന്. തേങ്ങ തേങ്ങ പോട്ടെ, നമ്മുടെ കാര്യം എന്തായി? ആ വക്കീല് പാര വച്ചു. പാരയ്ക്ക് ഒരു പാര. അതൊരു പാര, ഇത് അപാര പാര.